അസ്സലാമു അലൈക്കും നഹ്ലാസിയ. ഹോപ്പ് യു ഡൂയിങ് വെൽ. ഞാൻ വന്നിട്ടുള്ളതൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു മാംഗോ ചീസ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ കഴിച്ച ഫീഡ്ബാക്ക് അറിയാം. അത് കേക്കും കണ്ടാൽ തന്നെ മനസ്സിലായില്ലേ, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടന്നാലോ. അതിന് വേണ്ടി 2 മാംഗോസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്ന് യമൻ്റേതും ഒന്ന് ബദാമിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ യമൻ കട്ട് ചെയ്തിട്ട് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നല്ലൊരു മധുരവും നല്ലൊരു ജ്യൂസി ടൈപ്പുള്ളൊരു മാംഗോ ആണ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അത്രയും ടേസ്റ്റുള്ളൊരു മാംഗോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. യമൻ്റെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വാങ്ങി നോക്കാം. അപ്പോൾ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്ത് ഞാൻ ഇതുപോലെ അങ്ങനെ വെറുതെ ഒരു ക്യൂബൊക്കെ ആക്കി എടുക്കാനുള്ള ശ്രമത്തിലാണ്. ഒന്ന് ആക്കി നോക്കി, ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പായി എങ്കിലും കുഴപ്പമില്ല. പക്ഷേ അതിനൊരു പീസ് എടുത്തിട്ട് ഞാൻ ഒന്ന് കഴിച്ച് നോക്കിയപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത്. ഒട്ടും സമയം കളഞ്ഞില്ല, ഞാനൊക്കെ എടുത്ത് കട്ട് ചെയ്തിട്ട് പ്ലേറ്റിലിട്ട് വെച്ചു. പൾപ്പെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് കേട്ടോ. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മാംഗോ പോവും. അത് കാരണം വേഗം ഒരു പീലർ എടുത്തിട്ട് വേഗം സ്കിന്നൊക്കെ അങ്ങോട്ട് പീൽ ചെയ്തിട്ട് ബാക്കിയുള്ള മാംഗോസൊക്കെ കട്ട് ചെയ്തെടുത്ത് പിന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. നമുക്ക് കട്ട് ചെയ്ത് വെച്ച മാംഗോസ് അതിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ഇട്ടിട്ട് വേണം കേട്ടോ ബ്ലെൻഡ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ മാംഗോ പ്യൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടത് ബിസ്ക്കറ്റാണ്. നമ്മുടെ വീട്ടിലെല്ലാവരും ഉണ്ടാവുമല്ലോ മാരിഗോൾഡിന് ബിസ്ക്കറ്റും. അപ്പോൾ ഇനിയിപ്പോൾ മാരിഗോൾഡ് ബിസ്ക്കറ്റ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റ് എടുത്താലും മതി. ഞാൻ മാരിഗോൾഡ് തന്നെ വേണമെന്നൊന്നും പറയണമെന്നില്ല. ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റ് എടുത്തിട്ട് നമ്മൾ മിക്സ് ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് മെൽറ്റഡ് ബട്ടറാണ് ആവശ്യമുള്ളത്. അതും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ബട്ടർ ഒഴിക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇടയ്ക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു ഗ്ലാസ് ട്രേ എടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ ബിസ്ക്കറ്റിൻ്റെത് നമുക്ക് ബേസ് ആക്കിയിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം അവിടെ സെറ്റായിട്ടുണ്ട്. ഒരു 5 മിനിറ്റ്, നമുക്ക് 5-10 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം, ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ക്രീം ചീസാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ഫ്ലഫി ആയിട്ട് കിട്ടുന്ന സമയത്ത് നമ്മുടെ മാംഗോ പ്യൂരി ഈ ഒരു ടൈമിൽ ഒഴിച്ചു കൊടുക്കുക. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ പുഡിങ് സെറ്റാക്കാനുള്ള ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കിട്ടേണ്ടത് ക്രീം കേട്ടോ. അതിനുശേഷം നമുക്ക് നേരത്തെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ അതിൻ്റെ മുകളിൽ ഒരു ലെയറായിട്ട് നമുക്ക് ഈ ക്രീം ചീസ് ഫില്ലിങ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാ ക്രീം ചീസ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു മണിക്കൂറോളം സെറ്റാകാൻ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് പരിപാടിയൊക്കെ നമുക്ക് നോക്കാം. നമ്മുടെ പുഡിങ്ങിന് നല്ലൊരു ഭംഗി വരുത്തണ്ടേ. അതിന് വേണ്ടിയിട്ട് കുഞ്ഞിതായിട്ട് അരിഞ്ഞ് വെച്ച് നമ്മൾ മാംഗോസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. നാട്ടിലിപ്പോൾ മാംഗോ സീസണാണല്ലോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്തൊക്കെ. ഒരു വെറൈറ്റി ആയിട്ട് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവുന്നൊരു മാംഗോ പുഡിങ്ങാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണു. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ബിഗ് താങ്ക് യു. അപ്പോൾ ഇനിയും മോർ വീഡിയോസും കുക്കിംഗ് വീഡിയോസും വ്ളോഗ് വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ കീപ് സപ്പോർട്ടിങ്. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സിനടുത്തൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം നെഹ്ല.